ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സംഭവം ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ പോക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എനിക്കൊന്ന് ഇവിടം വരെയായിരുന്നു ഞാൻ ലൈവിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ലൈവ് നിർത്തി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി നമുക്കൊരു ചെറിയ ഗെയിൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് ചിലപ്പോൾ SL അടിച്ച് പോയി കാണും, ചിലർക്ക് DK വന്നു പോയി കാണും. അങ്ങനെ പലവിധ കാരണം ഞാൻ രാവിലെ തുടങ്ങിയപ്പോഴേ പറയുന്നത് മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ല, മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്നറിയാതെ മാർക്കറ്റ് നിന്ന് കറങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരിക്കലും അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. മാർക്കറ്റിന് എങ്ങോട്ടെങ്കിലും ഒരു ദിശയിലോട്ട് നീങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു ന്യൂസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് വേണം മാർക്കറ്റിന് മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ. അതിന് പറ്റിയ ഡേറ്റകളൊന്നും മാർക്കറ്റിലില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് മാർക്കറ്റ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കഴിവതും മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ട്രേഡ് ചെയ്തേ നമുക്ക് അടക്കം വരത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആ ഒരു മാനസികാവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. ഞാൻ മാർക്കറ്റ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മാർക്കറ്റ് താൻ നോക്കിക്കേ, ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വന്ന് നമ്മുടെ സപ്പോർട്ട് വന്ന് എടുത്ത് വന്നിട്ട് പിന്നെ മേലോട്ട് പോകുന്നു. ഇതിങ്ങനെ ആടി 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 കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ഒരിക്കലും ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം വരണം. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പയറിയുടെ കോൺട്രാക്റ്റിൻ്റെ 1-2 ദിവസത്തിൻ്റെ ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ ആയിരിക്കണം നമുക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇല്ല, ഈ എക്സ്പയറിയുടെ തലേ ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം DK നല്ലപോലെ വരും കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ട്രേഡ് ചെയ്ത് ഇല്ലെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ കിടക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ എന്ത് സംഭവിക്കും നോക്കുക. മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കുക, ഇവിടുന്ന് നേരെ പോയി ഇങ്ങനെ വന്നു, നേരെ മേലോട്ട് പോയി, പിന്നെ മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു കൺസോൾട്ടേഷൻ മോഡില്ല ഇല്ലേ, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. നാളെ ഇപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് അങ്ങനെ അങ്ങ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കേണ്ടത് ഇപ്പം ഞാനിത് ഓൾറെഡി വരച്ചിട്ടതാണ്. ഒരു ലെവലാണ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,641 ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്നീ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരുവാൻ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകാൻ നോക്കണം. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട്, അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലരും ലൈവിൽ ചോദിച്ചായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് സി അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ സി അല്ല. കാരണം ഒരു സ്ട്രോങ് മൊമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ടൊരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടണം. അറ്റ്ലീസ്റ്റ് ബോഡി ഒരു 75% എങ്കിലും നമുക്ക് ബോഡി നമ്മുടെ ലൈനിന് മുകളിൽ നമ്മൾ വരച്ച ലെവലിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ വര കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളില്ലേ, ഒരു ട്രേഡ് എടുക്കുന്നതിന് പല ആസ്പെക്ട്സ് ഉണ്ട്, പല ഘടകങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്കൊരു ട്രേഡ് എടുക്കാൻ. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ വോളിയം നോക്കണം. വോളിയം എത്രമാത്രം ഉണ്ട്, വോളിയം ഉണ്ടോ, അത് ചെറിയ ഫേക്ക് വോളിയം ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് എല്ലാ ഘടകങ്ങളും കൂടെ നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. അല്ല ചുമ്മാ പോയി ഒരു ട്രേഡ് എടുക്കുകയല്ല, നമ്മളത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ഇതാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാനോ നോക്കിയിരിക്കുക. ലെവലുകൾ ഞാൻ ഓൾറെഡി ലെവലുകളെല്ലാം വരച്ചിട്ടുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ലെവലുകളെല്ലാം വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് വീഡിയോയ്ക്ക് വലിയ നീളം കാണത്തില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് ലെവൽ ഇതാണ് 24,692, സെക്കൻഡ് 24,721, മൂന്നാമത്തേത് 24,770. അപ്പം നാളെ എനിക്ക് ഓഫാണ്. അപ്പോൾ നാളെ ഞാൻ ലൈവ് മാർക്കറ്റിൽ കാണും. നമുക്ക് കൂടുതലായിട്ട് നാളെ ഫുൾ ടൈം ലൈവിൽ ഇരുന്ന് അല്ലെങ്കിൽ നല്ലൊരു ഗെയിൻ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. പ്രൈസ് ആക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പോൾ നമുക്ക് നാളെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ലൈവ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാം, ഇല്ലെങ്കിൽ അതിനെ വിട്ടേക്കാം. ഓക്കെ,
അപ്പം നാളെ നിങ്ങൾ താഴോട്ടുള്ള ലെവലുകൾ 24,582, 24,519, പിന്നെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 24,442 ഇതൊക്കെയാണ് നമ്മുടെ ലെവലുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവലുകൾ നിങ്ങളുടെ വരച്ചെടുക്കുക. ഒത്തിരി ലേറ്റ് ആയിപ്പോയി, ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ടാണ്, ലേറ്റായി വന്നുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോയത്. അപ്പോൾ നാളെ നമുക്ക് ഫുൾ ടൈം മാർക്കറ്റിൽ ലൈവായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക, ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.